Hi dears, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം. ക്വസ്റ്റ് നമ്പർ 6 ആണ്. The picture below shows semicircles drawn with the side of a right triangle as diameter. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു മട്ട ത്രികോണം തന്നിട്ടുണ്ട്. ഈ മട്ട ത്രികോണത്തിന് ചുറ്റും എന്തുണ്ട്? കുറച്ച് സെമി സർക്കിൾസ് വരച്ചിട്ടുണ്ട്. 3 സൈഡ്സിൽ 3 സെമി സർക്കിൾസ് അല്ലെങ്കിൽ അർദ്ധവൃത്തങ്ങൾ വരച്ചിട്ടുണ്ട്. ഒരു സർക്കിളിന്റെ പകുതിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ സർക്കിളിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാല് ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ്. ഇപ്പൊ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഈ അർദ്ധവൃത്തത്തിന് അല്ലെങ്കിൽ സെമി സർക്കിളിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ പറഞ്ഞാൽ ഈ ഒരു സൈഡാണ് ട്രയാങ്കിളിന്റെ ഈ സൈഡ്. ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡാണ് ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു സെമി സർക്കിളിന്റെ ഡയമീറ്റർ ഇതിന്റെ ഈ സൈഡ്. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറയുന്നത്? പ്രൂവ് ദാറ്റ് ദ ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് സെമി സർക്കിൾ ഈസ് ദ സം ഓഫ് ദ ഏരിയ ഓഫ് ദ അതർ ടു. ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് ഈ രണ്ട് ചെറിയ സർക്കിൾസിന്റെ സെമി സർക്കിൾസിന്റെ ഏരിയ ആഡ് ചെയ്താൽ കിട്ടണം. അതായത് ഇതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാല് ഇതിന്റെ പരപ്പളവ് പ്ലസ് ഇതിന്റെ പരപ്പളവാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോ ഇതാണ് നമ്മളെ റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം. മട്ട ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അതാണ് പ്രത്യേകത. ഇനി നമുക്ക് പിക്ചറിൽ എങ്ങനെ തന്നിരിക്കുന്നത്? ഈ ഇവിടെ എന്തുണ്ട്? ഇവിടെ വലിയൊരു എന്ത് തന്നിട്ടുണ്ട്? ഒരു അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ രണ്ടും കുറച്ച് ചെറുതായിട്ടും തന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയായിട്ട് ഒരു സെമി സർക്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സെമി സർക്കിൾ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടിന്റെയും ഏരിയയുടെ ഇതിന്റെ ഏരിയ പ്ലസ് ഇതിന്റെ ഏരിയ ആണ് ഇതിന്റെ ഏരിയ എന്ന് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഏരിയയും കാണണം, ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും കാണാം. നമുക്ക് എന്തെങ്കിലും ഒരു നമ്പേഴ്സ് തന്നിട്ടുണ്ടോ? 2 3 അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എങ്കിലും നമുക്കത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ എപ്പോഴും മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആരും ഓടി വരണം എന്നറിയോ? പൈതഗോറസ് ഓടി വരണം. പൈതഗോറസ് തിയറം പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എന്താണ്? കർണം. ഇതാണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. ഈ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം. അതായത് ഈ വലിയ സൈഡാണ്. ഈ കർണത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് ഇത് ഈ അടിയിലിരിക്കുന്ന ആളെന്താണ്? ബേസ് അല്ലെങ്കിൽ പാദമാണ്. അപ്പൊ പാദം സ്ക്വയർ പ്ലസ് ഇതെന്താണ്? ലംബം അല്ലെങ്കിൽ നമുക്ക് പറയാം ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്നൊക്കെ പറയാം. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതാണ് നമ്മുടെ പൈതഗോറസ് തിയറം. അപ്പൊ നമുക്ക് ആദ്യം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ പറഞ്ഞാല് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇനി നമുക്ക് ഇതിനൊരു പേര് കൊടുക്കണ്ടേ? എന്നാലേ നമുക്ക് ഏതാണ് ഹൈപ്പോട്ടന്യൂസ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റിന് എ കൊടുത്തു, ഈ പോയിന്റ് ബി, ഈ പോയിന്റ് സി എന്ന് കൊടുത്തു വിചാരിക്കാം. അപ്പൊ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ ഇവിടെ എ സി ആണ് അല്ലെ? എ സി അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം എ സി സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ബേസ് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ പാദം അല്ലെങ്കിൽ ബേസ് ബി സി ആണ്. അപ്പൊ ബി സി സ്ക്വയർ പ്ലസ് ഇനി ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം എന്ന് പറഞ്ഞാൽ എ ബി ആണ്. എ ബി സ്ക്വയർ. ഇതാണ് നമുക്ക് എന്ത്? നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഈ ട്രയാങ്കിൾ വെച്ച് നമുക്ക് കിട്ടുമ്പോൾ എന്താണ്? എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ കിട്ടും. അപ്പോ ഈ ആള് എന്ത് ചെയ്യണം? ഇയാൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം. അവിടെ ഇരിക്കട്ടെ. നമുക്കിത് ആവശ്യമുണ്ട്. ലാസ്റ്റ് നമുക്ക് ആവശ്യം വരും. നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ടെക്സ്റ്റ് തന്നിരിക്കുന്നത് ഇതൊരു ബ്ലൂ റീജിയൻ ആണ്, ഇത് ഗ്രീൻ ആണ്, ഇത് ഓറഞ്ച് ആണ്. അപ്പൊ ഈ വലിയ ഭാഗത്തിന്റെ ഏരിയയുടെ സമ്മാണ് ഇതിന്റെ രണ്ടിന്റെ സമ്മ് ഇതാണ് കാണല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ റീജിയൻ ബ്ലൂ റീജിയൻ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാണ്. ഇത് 1 കൊടുത്തു, ഇത് 2 കൊടുത്തു, ഇത് 3 കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് വേണ്ടേ? ഈ ഏരിയ ഓഫ് പാർട്ട് 1 ഈക്വൽ ടു എന്താണ്? ഈ പാർട്ട് 2ന്റെയും പാർട്ട് 3ന്റെയും ഏരിയയുടെ സമ്മാണ്. അപ്പൊ നമുക്ക് ആദ്യം ഏരിയ ഓഫ് പാർട്ട് 1 കാണാം. അപ്പോ സെമി സർക്കിളിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ നമുക്ക് അറിയണം. ഒരു സർക്കിൾ ഫുൾ സർക്കിൾ ആണ്. ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. ഇത് ഇതിന്റെ പകുതിയാണ്. പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ 4ന്റെ പകുതിയാണ് 4 ഡിവൈഡ് ബൈ 2 അല്ലെ ചെയ്യാ? നമ്മൾ എപ്പോഴും പകുതി അല്ലെ ഹാഫ് കാണുമ്പോൾ 2 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമ്മള് പൈ ആർ സ്ക്വയർ ആണ് ഫുൾ ഉള്ളത്. അപ്പൊ ഒരു പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോ ഏരിയ ഓഫ് സെമി സർക്കിൾ നമുക്ക് എങ്ങനെ കാണാം? ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാല് പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അങ്ങനെയല്ലേ കാണാ? യെസ്. അപ്പോ ഇനി നമുക്ക് നോക്കാം.
അപ്പൊ നമ്മൾ ഈ ഒരു സെമി സർക്കിൾ എടുക്കുന്നത് ഇതിന്റെ ഈ റേഡിയസ് എന്ന് പറയാതെ ഇതിന്റെ ഒരു ഇത്രയും ഇത് ടോട്ടൽ എ സിന്റെ പകുതി ആവില്ലേ ഇതിന്റെ ഇത് പറഞ്ഞാല് ടോട്ടൽ ഇത് എ സി എന്ന് പറയാൻ എന്താണ് ഇതിന്റെ ഡയമീറ്റർ ആണ്. അപ്പോ എ സി ഇവിടുത്തെ ഡയമീറ്റർ ആണ്. എ സി എന്താണ് ഡയമീറ്റർ ആണ്, അതായത് വ്യാസമാണ്. അപ്പൊ ഇവിടുത്തെ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് എന്ന് പറഞ്ഞാല് AC/2 ആയിരിക്കും. അതായത് വ്യാസത്തിന്റെ പകുതിയാണ്, ഡയമീറ്ററിന്റെ ഹാഫ് ആണ് നമ്മുടെ റേഡിയസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഈക്വൽ ടു പൈ ഇൻറ്റു ആറിന് പകരം ഇവിടെ എന്താണ്? ഇവിടെ R ഈസ് ഈക്വൽ ടു AC/2 ആണ്. അപ്പോ AC/2. ഇനി ഇവിടെ R സ്ക്വയർ അല്ലേ? R സ്ക്വയർ ഉള്ളത്. അപ്പൊ നമ്മള് ഈ 2 ഇവിടെ ഇട്ട് കൊടുക്കാം. AC/2 ഹോൾ സ്ക്വയർ ഇട്ടാ, അതായത് AC/2 ഇത് 6 ആണ്. ഈ 2 പറഞ്ഞാല് ഈ 2 ആട്ടോ, 6 AC/2. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കിട്ടി? π/2 അതുപോലെ എഴുതാ ഇൻറ്റു AC എന്ന് പറഞ്ഞ AC/2 സ്ക്വയർ, ACക്കും സ്ക്വയർ ഉണ്ട്, AC സ്ക്വയർ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ AC/2 ഇൻറ്റു AC/2 ആക്കാം എന്ന് നമുക്ക് ഡൗട്ട് വരില്ല. അപ്പോ ഇങ്ങനെ വന്നു. അപ്പൊ എന്ത് വന്നു? ഈക്വൽ ടു π/2 ഇൻറ്റു AC എന്ന് പറഞ്ഞാല് AC സ്ക്വയർ. അതുപോലെ ഇവിടെ 2 ഇൻറ്റു 2 4. അപ്പൊ നമുക്ക് π ഇൻറ്റു AC ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 8 വരും അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? π AC സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 8. അപ്പൊ നമുക്ക് π/8 AC സ്ക്വയർ. ഇത് എന്ത് കിട്ടി? ഫസ്റ്റ് സെമി സർക്കിളിന്റെ ഏരിയ കിട്ടി, ഒന്നാം അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് കിട്ടി. ഇനി നമുക്ക് 2ന്റെയും 3ന്റെയും കാണാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് 2ന്റെ കാണാം. അപ്പോൾ നെക്സ്റ്റ് അടുത്ത സെമി സർക്കിൾ 2 ആണ്, അതായത് ഏരിയ ഓഫ് സെമി സർക്കിൾ 2 അല്ലെങ്കിൽ അർദ്ധവൃത്തം 2ന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇക്വേഷൻ എന്താണ്? സെമി സർക്കിൾ ആയതുകൊണ്ട് πr²/2 ആണ്. ഇനി ഇവിടുത്തെ R എന്താണ്? ഇവിടെ നോക്ക്, ഈ ഡയമീറ്റർ AB ആണ് അല്ലെ? AB-ന്റെ ഹാഫ് ആയിരിക്കും ഇവിടുത്തെ റേഡിയസ് അല്ല, നമ്മൾ ഇയാളെ നോക്കണത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് R ഈസ് ഈക്വൽ ടു, അതായത് റേഡിയസ് ഈക്വൽ ടു AB/2 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാണ്. ഈക്വൽ ടു π ഇൻറ്റു π/2 ആദ്യം എഴുതാം, ഈ π/2. ഇനി R പകരം നമുക്ക് എന്ത് എഴുതാം? AB/2 ഹോൾ സ്ക്വയറിന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് വന്നു? നേരത്തെ പോലെ തന്നെ ഇങ്ങനെ വന്നു. ഇനി അപ്പൊ നമുക്ക് π/2 ഇൻറ്റു AB സ്ക്വയർ 2 ഇൻറ്റു 2 4. അപ്പോ എന്ത് വന്നു? ഇനി 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ AB സ്ക്വയർ ഉണ്ട് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 ആണ് 8. അപ്പൊ π/8 AB സ്ക്വയറിന് വന്നു. ഇത് നമുക്ക് എന്താണ്? രണ്ടാം അർദ്ധവൃത്തത്തിന്റെ ഏരിയ കിട്ടി, അതായത് സെമി സർക്കിളിന്റെ ഏരിയ കിട്ടി. ഇനി അടുത്ത ഒരാളെ കൂടി കാണാല്ലേ, അതായത് താഴെ ഭാഗത്തുള്ള ഒരാളുടെയും കൂടി നമുക്ക് കാണാണ്ട്. ഇവിടെ നമ്മളത് സെയിം ഇക്വേഷൻ എന്താണ്? πr² ഡിവൈഡഡ് ബൈ 2. ഇവിടെ R എന്താണ്? യെസ്, ഇവിടുത്തെ R നമുക്ക് നോക്കാം. ഈ ഒരു സെമി സർക്കിളാണ് നോക്കുന്നത്. ഇവിടുത്തെ R എന്ന് പറഞ്ഞാൽ BC ആണ് ഇവിടുത്തെ ഡയമീറ്റർ, അതിന്റെ പകുതി ആരം എന്ന് പറഞ്ഞാൽ BC/2 ആണ് അല്ലെ, ഈ 3ന്റെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ BC/2. അപ്പൊ R ഈസ് ഈക്വൽ ടു BC/2 എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ π/2 എഴുതി. ഇനി R പകരം നമ്മൾ എന്ത് എടുത്തു? BC/2 ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് വന്നു? π/2 ഇൻറ്റു BC/2 ഇൻറ്റു BC/2. അപ്പൊ എങ്ങനെ വന്നു? BC സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. അപ്പൊ π/8 BC സ്ക്വയർ കിട്ടി ആണല്ലോ. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഒന്നാം അർദ്ധവൃത്തത്തിന്റെ, അതായത് ഫസ്റ്റ് സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് സെക്കൻഡും ചെറിയ 2 സെമി സർക്കിൾസിന്റെ ഏരിയക്ക് സമ്മിന് ഈക്വൽ ആണെന്നല്ലേ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് 3ഉം കൂടി ആഡ് ചെയ്ത് നോക്കാം. അപ്പോ സം ഓഫ് ഏരിയ ഓഫ് 2 സ്മാളർ സെമി സർക്കിൾ, ചെറിയ 2 അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണ് കാണുന്നത്. ചെറിയ 2 സർക്കിൾസിന്റെയും സെമി സർക്കിൾസിന്റെയും ഏരിയ നമ്മൾ ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ എന്താണ്? π/8 AB സ്ക്വയർ പ്ലസ് 5/8 ഇയാള് BC സ്ക്വയർ. അപ്പൊ ഇയാളാണ് ഒരു ചെറുത്, ഇയാണ് ഒരു ചെറുത്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും π/8 ഉണ്ട്, ഇവിടെയും π/8, രണ്ടും കോമൺ ആണ് അല്ലേ? അപ്പൊ ഈ കോമൺ പിടിച്ചിട്ട് ഇവിടെ വാടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ π/8 മാത്രം പുറത്തേക്ക് വിടുന്നു, ഇവിടെ ബ്രാക്കറ്റ് ഇട്ടു. പിന്നെ ഇവിടെ ഈ π/8 ഇവിടെ നിന്ന് പോയ ബാക്കി ഇവിടെ ആരാണ്? AB സ്ക്വയർ അല്ലേ ഉള്ളത്.
പ്ലസ് ഇവിടുന്ന് പൈ ബൈ 8 പോയ ബാക്കി ഇവിടെ എന്താണ് ബി സി സ്ക്വയർ അല്ലേ ഉള്ളത്. ഇങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് അറിയോ? ഇനിയിപ്പോ നമുക്ക് എങ്ങനെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കി എന്താണ് പൈ ബൈ 8 ഇൻറ്റു എ ബി സ്ക്വയർ ബൈ ബൈ 8 എ ബി സ്ക്വയർ. ഈ ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റു ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കിട്ടി? ഇത് എന്താണ് കിട്ടിക്കുന്നത്? സം ഓഫ് ഏരിയ ഓഫ് 2 സ്മാളർ സെമി സർക്കിൾസ് ആണ്. നമ്മൾ അത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്? ഈ പൈ ബൈ 8 ഇൻറ്റു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് വലിയ സെമി സർക്കിളിന്റെ ഏരിയനോട് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് വലിയ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്? ഇതാ ഇവിടെ വലിയ സെമി സർക്കിളിന്റെ ഈ വലുത് സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ബൈ 8 എ സി സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എ സി സ്ക്വയർ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പക്ഷേ നമുക്ക് എ സി സ്ക്വയർ ആക്കാനുള്ള ഐഡിയ നമ്മുടെ അടുത്തുണ്ട്. കാരണം എന്താണ്, നമ്മൾ ഫസ്റ്റ് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ് എ സി സ്ക്വയർ എന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇത് നമ്മളൊരു ഇക്വേഷൻ 1 എന്ന് കൊടുത്താൽ ഈ ഇക്വേഷൻ 1 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാല് അതേതല്ലേ ഇവിടെ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടിയത്? എ സി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം. അപ്പൊ ബൈ പൈതഗോറസ് തിയറം വീക്കേറ്റ് നമുക്കറിയാം. പൈതഗോറസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് കിട്ടിയിരിക്കുന്നത്? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഈ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഈ എ സി സ്ക്വയർ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ഇങ്ങനെ വരും. അപ്പൊ നമ്മളെ ഇക്വേഷൻ ചേഞ്ച് ആവും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വന്നു? ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വന്നു? പൈ ബൈ 8 ഇൻറ്റു എ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ്? എ സി സ്ക്വയർ ആയി. അപ്പോ ഈക്വൽ ടു പൈ ബൈ 8 എ സി സ്ക്വയർ. ഇതെന്താണ്? ഇത് നമ്മളെ വലിയ സെമി സർക്കിളിന്റെ ഏരിയ ആണല്ലോ. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്തു എന്താണ്? സം ഓഫ് ഏരിയ ഓഫ് 2 സ്മാളർ സെമി സർക്കിൾ ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ലാർജർ സെമി സർക്കിൾ. അതായത് ചെറിയ 2 അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുക എന്ന് പറഞ്ഞാല് വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവിനോട് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ